ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇപ്പൊ രാവിലെ എണീറ്റ് വണ്ടിയുടെ അടുത്ത് നോക്കിയതാ അപ്പുറത്തൊക്കെ ഫുള്ള് കടകളായിട്ടത്. ചെറിയൊരു ഗല്ലേനി നീ വണ്ടിക്ക് സാധനം കാറ്റൊക്കെ പുതിയെന്ന് തോന്നുന്നു. അതൊരു മൂടി വെച്ച് നന്നായി. ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഇന്ന് ഇവിടുന്ന് വിടല്ലേ നമുക്ക്. ഇന്ന് കാശ്മീർ എത്തണ കഴിയുന്നുണ്ട്. 11 മണിയായിട്ട് സമയം. ഏകദേശം 250 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഓടാൻ. 6 മണിക്കൂറൊക്കെ കാണിക്കണം. വൈകുന്നേരം 5 മണിക്ക് എത്തുന്ന പറഞ്ഞത്. ഇപ്പോൾ ഈ ജമ്മുവിനെ പറ്റി പറയുകയാണെങ്കിൽ ജമ്മു നമ്മൾ എത്തിയതൊരു നല്ല സ്ട്രീറ്റ് കേട്ടോ. ഫുള്ള് കച്ചവടം എന്ന് പറഞ്ഞാൽ ഡ്രസ്സാണ് മെയിനായിട്ട് നമ്മൾ കണ്ടത്. അടിപൊളി. കാരണം നമ്മളെ മിഠായി തെരുവൊക്കെ പോയില്ല അതേ മാർഗത്തെ അതിലേറെ എന്ന് പറയാം. അത്രയും ദൂരം ലോങ് ആയിട്ട് കച്ചവടം നടന്നുകൊണ്ട് വണ്ടികൾ അതിൻ്റെ അടികൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ പോയി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് പിന്നെ ചുമരുകളൊക്കെ എന്താ രസം. ചുമരൊക്കെ നല്ല രീതിക്ക് വൃത്തിക്ക് പെയിൻ്റൊക്കെ അടിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ജമ്മുവിൽ പെട്രോൾ എത്ര 81 റുപ്യ. 85 അല്ല 95 റുപ്യാണ്. ഇത് നേരത്തെ ഡീസലിന്റെ പ്രൈസാണ്. ഇവിടുത്തെ ഭാരത് പെട്രോളിന്റെ അവസ്ഥ നിങ്ങൾ 2 കോട്ടൊക്കെ ചൂടിയാണ് നിൽക്കുന്നത്. മോള് കൂടിയില്ല. അങ്ങ് ദൂരെ കണ്ട കുറേ സ്ഥലങ്ങൾ. ഇതൊക്കെ ജമ്മുവിന് പുറത്തുള്ള കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ജമ്മു ബോർഡർ കൈയാണ്. ഇവിടെ താങ്ക്സ് പറഞ്ഞ ബോർഡൊക്കെ കണ്ടു. ഇത് ഇവിടുന്ന് ഇറങ്ങുമ്പോഴാണ്. ഇത് കഴിഞ്ഞ് കുറച്ച് പോയപ്പോഴാണ് നമ്മളെ ഇന്നലെ കണ്ടില്ലേ പുഴ, അതേമാതിരിക്കത്തെ പുഴ കേട്ടോ. ഫുള്ള് കല്ലും അതേപോലെ തന്നെ കലങ്ങി ഒലിച്ച പുഴയാണ് ഈ കാണുന്നത് ഇവിടെ. നമ്മൾ അടുപ്പ് സാധനമൊക്കെ കൊടുക്കുന്നതിനും കഴിക്കാനുള്ളൊന്നും ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങിയില്ല കേട്ടോ. അതിനിവിടെ ഇങ്ങനെ പോന്നപ്പോൾ ഇവിടെ ഒരു കടയിൽ നിർത്തിയാണ്. പേരൊക്കെ എന്തൊക്കെയും ഉണ്ടോ നമുക്ക് പറ്റിയതുകൊണ്ട് ഇതൊക്കെ നമ്മൾ എടുത്തിട്ടോ. മാഗി മിച്ചർ ആൾക്കാരപ്പോൾ കഴിക്കാനാണ്. പിന്നെ ബ്രെഡൊക്കെയാണ്. വൈക്കിലൂടെ കുടുങ്ങി നിൽക്കേണ്ടി എന്നാല് ഉണ്ടാക്കി തന്നാലാണ്. സ്റ്റവും കാര്യമൊക്കെ നമ്മുടെ സെറ്റാണ്. ഫുഡ് രാവിലെ കഴിച്ചിട്ടില്ല. ഒരു കോഫി ഇങ്ങനെ കുടിച്ചിറങ്ങിയ. അപ്പോൾ ഇനി ഇവിടുന്ന് 60 കിലോമീറ്റർ ആയാലും നമുക്ക് ഫുഡ് ഇട്ടുള്ളൂ. ജമ്മുന്ന് കഴിച്ച് പോന്നാൽ മതി. ഇനി തൽക്കാലം എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചോട്ടെ നമുക്ക്. തേങ്ങാപ്പൂളാട്ടോ സംഭവം. ഇത് സംഭവം എന്താ വെച്ചാൽ 20 റുപ്യാണ് ഒരു പീസിന്. ഇതേപോലെ നമ്മൾ പോകുമ്പോൾ വെറുതെ കഴിച്ചു. ഇതിന് മുമ്പ് 2-3 സ്ഥലത്തൊക്കെ കണ്ടില്ല. അപ്പോൾ സംഭവത്തെ മനസ്സിലായില്ല. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാട്ടോ. അപ്പോൾ ഇത് കഴിക്കാം. വീണ്ടും ഒരു കോഫി കൂടി പറയണേ. ഇത് കഴിച്ചിട്ട് നമുക്ക് ജമ്മു പോയാൽ അല്ലെങ്കിൽ 60 കിലോമീറ്റർ കഴിഞ്ഞാൽ ഫുഡ് ഇട്ടുള്ളൂ. ഇവിടെ മണ്ണിടിഞ്ഞു പോയിട്ട് ഒന്നും പറയാമല്ലോ. ഇവിടുത്തെ മണ്ണാണ് നിങ്ങൾ തീരെ ഉറപ്പില്ലാത്ത മണല് മാതിരിയുള്ള മണ്ണാട്ടോ. ഈ ബ്രിഡ്ജും കൂടെ ഒക്കെ നമുക്ക് ഇനി തിരിച്ചു വന്ന് പോകണം കേട്ടോ. അടിപൊളി റോഡാണ്. ഇതുവരെ കാണാത്ത വൈബ് സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇത് കണ്ടത് നമ്മൾ ആ ബ്രിഡ്ജാണ്. നമ്മൾ നേരത്തെ കണ്ട ബ്രിഡ്ജ്. പക്ഷെ അവിടുന്ന് താഴേക്ക് നമുക്ക് ശരിക്കും കാണാൻ. നമ്മൾ നേരെ ആ ഗുഹേൻ്റെ ഉള്ളിൽ കേട്ടോ പോകണേ. ഇതേമാതിരി 2-3 ഗുഹ ഇപ്പം നമ്മൾ പോകുന്നുണ്ട് കേട്ടോ ഈ പോക്കിൽ തന്നെ. ഈ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പൊക്കെ ഉണ്ട്. ഒരു കുതിർത്ത് നിൽക്കണം. കാരണം ഫുള്ള് പൊളിഞ്ഞാടിനപ്പുറത്ത് പോലും ഒരു സേഫ്റ്റി ഇല്ല കേട്ടോ. ഇങ്ങനത്തെ റോഡുകളൊക്കെ ഭയങ്കര മോശമാണ്. കാരണം എപ്പോൾ ആണെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞാടാ എന്തിലാണ് നമ്മൾ പോകണതൊക്കെ. കുറേ സ്ഥലമൊക്കെ അങ്ങനെ നന്നാക്കണമെന്ന് കാണുന്നുണ്ട് കേട്ടോ. അടിക്ക് നല്ല താഴ്ചയുണ്ട്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേ നമ്മളെ പ്ലാൻ മാറ്റി നമ്മൾ പത്തിനി ടോപ്പ് ആക്കിയിട്ടോ. അവിടേക്ക് ജസ്റ്റ് 50 കിലോമീറ്റർ ഒക്കെ ദൂരെ കാണിക്കണേ. എന്താ വെച്ചാൽ അവിടെ ടെൻ്റ് അടിച്ച് കിടക്കാന്നുള്ളൊരു ഉദ്ദേശത്തിൽ അങ്ങോട്ട് നമ്മൾ പ്ലാൻ മാറ്റി അങ്ങനെ പോയി കൊണ്ടുക്കട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു റോഡ് ഇങ്ങനെ കേട്ടോ. പത്തിനി ടോപ്പിക്ക് 5 കിലോമീറ്ററാണ്. ഒരു ഓഫ് റോഡ് ഫീലുള്ള റോഡ്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ പോയപ്പോൾ മോള് കണ്ടോ കൊണ്ടോളൊക്കെ പോകുന്നുണ്ട്. നല്ല ലോങ് ദൂരത്ത് കട്ടത് പോണത്. ഈ റോഡ് കൂടെ പോകുന്നത് ലാസ്റ്റ് ഇവിടെ മരം കെട്ടി. നമ്മൾ കറക്റ്റ് ടൈമിന് അതിന്റെ വെട്ടിലൊക്കെ കഴിഞ്ഞു മരം വീണൊക്കെ. पत्नी टॉप में इधर से रोड है. पत्नी टॉप में है लेकिन ये दूसरा रोड ऑफ रोड है. इधर से थोड़ा सा है ऊपर है. उधर से उधर के लिए तो പത്തിനി ടോപ്പൊക്കെ വയ്യാട്ടോ. തപ്പടെ സംഭവം ഞങ്ങൾ പോകുന്ന ഏതോ കാട്ടൊക്കെ എത്തിയാണ്. നല്ല രസമുള്ള വൈബ് പൈസാണ്. നല്ല തണുപ്പാണ്. ഇവിടുന്ന് വഴിയില്ല എന്നാണ് ചോദിച്ചോലും മുഴുവൻ പറഞ്ഞത്. നമ്മള് എന്തേലും വഴിയുണ്ടോ നോക്കട്ടെ. അത്രയും ദൂരത്തിനായിട്ട് നമ്മളിങ്ങോട്ട് കയറുന്നത്. കുറേ മുകളിലാണ്. സന്തോഷവാർത്ത. അങ്ങനെ റോഡിന് അറ്റം ഞങ്ങൾ കണ്ടു. 5-6 കിലോമീറ്റർ ആപ്പിളാണ് കിടക്കുന്നത്. ശരിയാട്ടോ. അവിടെ ആപ്പിൾ ഉണ്ടല്ലോ കണ്ടില്ല. ഫ്രഷ് ആപ്പിൾ. പൊളി. പത്തിനി ടോപ്പൊക്കെ റോഡ് ഉണ്ടായിട്ടും അതിനെ പോണ്ട. ഇതിലെന്നെ പോകാന്ന് കരുതി പോകുന്നത് അവിടെ റോഡ് അവസാനിച്ചു. ഇനി ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നമുക്ക് കാണാം. അതാണ് ഈ റോഡിന്റെ അവസ്ഥ. അറ്റം കണ്ട് ഞങ്ങൾ തിരിച്ചു. സംഭവത്തിന് നമ്മൾ പോകുന്നതൊക്കെ ഇറങ്ങി പോകണം മസ്റ്റ് കേട്ടോ. പത്തിനി ടോപ്പൊക്കെ ഈ വഴി അങ്ങനെ മുട്ടില്ല.
നമ്മൾ നേരത്തെ മുറ്റ റോഡില്ലേ അവിടെ കയറി പോവാറ്. ഈ മലന്റെ മോളിൽ നിന്നിട്ട് നമ്മള് വന്നത് നമ്മളുണ്ടല്ലോ അവിടെ ഉണ്ടായിന് കേട്ടോ. ആ ടവർ ഇരിക്കണ ഏരിയ ഉണ്ടോ, അവിടുന്ന് വന്ന് ഇവിടെ എത്തി. കാരണം ഫുഡ് നമ്മൾ കുറച്ച് സാധനം വാങ്ങിയിട്ടുള്ളല്ലോ. മാഗി 2 പാക്ക് ഇതാ ഇവിടെ തൂക്കിയിട്ടുണ്ട്, ഇതേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ രാത്രിയേക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം പത്തിനി ടോപ്പിൽ നമുക്ക് ടെൻ്റ് അടിച്ച് കിടക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അവിടെ രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് തൽക്കാലം അപ്പോൾ ഇവിടുന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാം. ഉച്ചക്ക് കഴിഞ്ഞാൽ 3:30 ടൈം കഴിക്കണേ. ജിയോക്ക് ഇവിടെയും 5G ഉണ്ടോ, കാട്ടുമുക്കൊന്നും 5G കമ്മിയൊന്നുമില്ല, സെറ്റാണ്. BSNL ഇവിടെ 2G കിട്ടുള്ളൂ. പുതിയ ഐറ്റം ഇതുവരെ കഴിക്കാത്ത രാജ്മാച്ചാവോ നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടണ മാതിരി ചോറ്റയ്ക്ക് മറ്റേ കടലക്കറി ഇട്ടുള്ള പരിപാടി കേട്ടോ. അരി പറഞ്ഞത് പച്ചരി കേട്ടോ. സംഭവം ടേസ്റ്റ് കറക്റ്റ് സ്കൂളത്തെ അതിൻ്റെ മാതിരി കേട്ടോ. ആ ചെറുപയറിന് മനക്കത്തരുത്, പിന്നെ അരി പച്ചരി ആണെന്നുള്ള മാറ്റേ ഉള്ളൂ. പഞ്ചാരി വാങ്ങിയിട്ട് നമ്മൾ പഞ്ചാര നമുക്ക് കമ്പനി ചായപ്പൊടി നമുക്ക് സ്പോൺസർ ഗൾഫിൽ നിന്ന് ആഫീസ് ഉള്ളതുകൊണ്ട് സാധനം കിട്ടിയ അതിലുണ്ട്. ഈ ചായയും കൂടി അവിടെ ഉണ്ടാക്കാവുന്ന പ്ലാനാണ്. ഇവിടെ കെട്ടിക്കൂട്ടുണ്ട്. അങ്ങനെ പത്തിനി ടോപ്പ് പറഞ്ഞ സ്ഥലത്തെത്തിട്ടോ. ഇവിടെ അങ്ങനെ വന്ന് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം അങ്ങനെ നോക്കി നടക്കേന്. അപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ഒരു റൂട്ടിൽ ഇവിടുന്ന് ഇങ്ങനെ കയറിപ്പോയാൽ കിട്ടുന്നു. ഇവിടെ ഉണ്ട് കോട ഇങ്ങനെ കയറി വരുന്നുണ്ട്, നല്ല രീതിക്ക് കാണണ്ടെന്ന് അറിയില്ല, നല്ല കോട ഓടി വരുന്നുണ്ട്. ഇനി സൂര്യൻ കൂടിയും അസ്തമിച്ചാൽ സെറ്റായി. ഉള്ളിൽ മുകൾക്ക് പോയേക്കട്ടെ നമുക്ക്. അവിടെ നാട്ടോ കുറച്ച് ആൾക്കാർ ക്യാമ്പ് ചെയ്തിരിക്കുന്നുണ്ട്. നമുക്കിവിടെ ടെൻ്റ് അടിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. അത് നോക്കാം, ചോദിച്ചു നോക്കാം ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഓ കോട പോണ സ്പീഡൊക്കെ എന്താ സ്പീഡ്, മഞ്ഞുമാരി വരുന്നോ. പത്താംകോട്ട് ഞങ്ങൾ ഇറങ്ങിട്ടോ. എന്താ പ്രശ്നം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ആനിമൽസ് വരുന്നതാണ്, ഒന്നും കൂടി പവർ ആക്കിയോണ്ട് പോലെ സിംഹം പുലിയൊക്കെ വരുന്നൊക്കെ പറഞ്ഞു. പിന്നെ ഓൾറെഡി നമുക്ക് ചെറിയ പേടിയായതുകൊണ്ട് ഞങ്ങൾ ഇറക്കി പോയിരുന്നു. ഇനി നമ്മൾ അടുത്ത ശ്രീനഗർക്ക് ലൊക്കേഷൻ ഇട്ടാണ്. ജസ്റ്റ് എത്ര കിലോമീറ്ററാ? 160 കിലോമീറ്റർ അങ്ങോട്ട് കാണിക്കണേ. സംഭവം നല്ല നൈസ് സ്ഥലം. ഇനി കോട്ടൊക്കെ നിങ്ങൾ ഇറങ്ങി വരുന്നത് ക്യാമ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നൈസാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ പത്തിനി ടോപ്പിന്റെ വിഷ്വൽ ബ്യൂട്ടി ഒക്കെ കണ്ടിങ്ങനെ ഇറങ്ങി വന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കോഫീൻ്റെ കട ഉണ്ട്. ജസ്റ്റ് ഒന്ന് കോഫി അടിച്ചിട്ട് പോവാം. സമയം ഏകദേശം 6:45 ആയിട്ടോ. സൂര്യൻ ഏകദേശമൊക്കെ ഫുള്ള് പോയി. ആ മലയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്, ഒക്കെ പോയി. ഇപ്പോൾ താഴത്തേക്ക് പോയി. ഇപ്പോൾ ഏകദേശം ലാൻഡ് സ്ലൈഡിങ് ഉള്ളൊരു ഏരിയയിലെ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലാൻഡ് സ്ലൈഡിങ് കൊണ്ട് തന്നെ പണിയെടുക്കുന്ന ഈ സ്ഥലത്ത് ഒരു തുരങ്കം പണിയെന്ന് കണ്ടിട്ട് നമ്മളങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിന്ന് പോയി. ഇതിൻ്റെ ഒരു പണി ഒരു ഭയങ്കര തുരങ്കാട്ടത്. 10 കിലോമീറ്റർ നീളമാണ് ഈ തുരങ്കം. അതേപോലെ തന്നെ ഈ തുരങ്കത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എൻഡിങ്ങിൽ എത്തുമ്പോൾ കാലാവസ്ഥ മൊത്തമായിട്ട് മാറും. നല്ല തണുപ്പാണ് തുടങ്ങുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ കേട്ടോ. സംഭവബഹുലമായ റോഡുകളൊക്കെ താണ്ടി ഞങ്ങൾ കുറേ ദൂരം പോകുന്നുണ്ടോ. ഈ ജസ്റ്റ് ഒരു 10-20 കിലോമീറ്റർ കൂടിയുള്ള നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ. പ്രാവശ്യം ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് പോണേ. അപ്പോൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടില്ല. നമ്മളെ മാഗി പാക്ക് പുറത്ത് വെച്ചിന്. അപ്പോൾ ഒരു ഹോട്ടലും ചെമ്പൊക്കെ ഉണ്ട്, എന്തെല്ലാം അറിയില്ല. ക്യാരി വെക്കുന്നുണ്ട്, പൈസയുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. പോയേക്കാം. ഫുഡ് കഴിച്ചിട്ടോ. നമുക്ക് ഇവിടുന്ന് കുറച്ച് ചോറ് കൊടുത്തു നോക്കി. പിന്നെ അതേമാതിരി റൊട്ടി, പിന്നെ ചിക്കൻ മലായി ടിക്കർ സാധനം കേട്ടോ. അടിപൊളി, നല്ല ടേസ്റ്റുള്ള സാധനം. എന്താ ഗൾഫത്തൊക്കെ ഒരു ഫുഡിൻ്റെ നേരെ ഹൈവേ തന്നെ കാണും കേട്ടോ. നമ്മൾ പൂർണ്ണ വൈക്കല് എന്താ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, ടണലൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞ പാടാണ് ഇത് വരുന്നത് ഈ ഹോട്ടൽ. ഓ അങ്ങനെ ഓടി ഞങ്ങൾ എത്തി. ഫ്രണ്ട് ഇതാണ് വീട്. അപ്പോൾ വണ്ടി നമ്മൾ കുറച്ച് മുന്നിക്കിടാൻ വേണ്ടിയിട്ട് ഇവിടെ സേഫ് ആക്കി കേട്ടോ. 3 കാലൊക്കെ ഇട്ടിട്ട് നമ്മൾ വണ്ടി മുന്നിലിട്ട് അവിടെ സേഫ് ആക്കി. ഫ്രഷ് മരത്തോന്ന് പറിച്ച സാധനം കേട്ടോ. അത് പുറത്ത് മരമുണ്ട്, ഉള്ളിൽ കിട്ടിയതോ. താങ്ക് യു. തണുത്ത ആപ്പിൾ കേട്ടോ. വൈദ്യുത കുടിച്ചില്ലല്ലോ. കടിച്ചാലോ.
You know this? Oh. Leech. Leech. Leech, yes. നമ്പർ നാപ്പൊന്നും മാറ്റണുണ്ടോ? Where you use it? രക്ഷയില്ലട്ടോ വയസ്സിൽ അതിന്റെ അടുത്ത് എത്തിയിട്ട് സമയം എത്രയായി 10-11 മണിയായി. ഇന്ന് നേരത്തെ നീച്ചിട്ട് മൂപ്പര് വൈബാക്കിട്ട് പെരക്കാർ കൂടെ ഉണ്ടാക്കി തന്നാന്നൊക്കെ. Kashmiri bakir khani, Kashmiri tandoori kulcha, and Kashmiri pink tea. No sugar is added in it. Only salt. Only salt. ഇത് തിന്നാ വേറെ പഠിച്ചിട്ടുണ്ടോ? You have two. Okay. Just test. വേറെ ടേസ്റ്റ് ഇടോ. നമ്മുടെ നാട്ടിലുള്ള ടേസ്റ്റ് അല്ല. 9-10 ഉപ്പും മധുരൊക്കെ മാറ്റണ്ടേ? Taste test. Take a sip of tea ചായ and then eat. Like this. You have to do it. Okay. This. ഉപ്പ്. Okay. അങ്ങനെ എപ്പോഴാണ് ഈ ബിസ്ക്കറ്റ് ടേസ്റ്റ് വരുമല്ലേ? ഇത് വിളിച്ചിട്ടോ കാശ്മീരി എന്നിട്ട് കാശ്മീരി ഫുഡ്. How is it taste? വെറൈറ്റി ടേസ്റ്റ്. Super. Wow. Very super. ഈ ആപ്പിളുണ്ടെങ്കിൽ ഇത് നേരത്തെ തിന്ന ആപ്പിൾ കേട്ടോ വേറെ ടേസ്റ്റ്. മറ്റേത് വേറെ ടേസ്റ്റ്. മറ്റേ കുറച്ചുകൂടി സോഫ്റ്റ്. ഇത് കുറച്ചൊരു ഹാർഡ് ആയിട്ടുള്ള ആപ്പിള്. ഇങ്ങനെ എത്ര വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞേ? 200-ലധികം വെറൈറ്റി 200-ന്റെ മേലെ വെറൈറ്റി ആപ്പിൾ ഉണ്ടല്ലോ നാട്ടില്. നമുക്ക് ആകെ അറിഞ്ഞാത്ത ഒരു ആപ്പിള് പല സ്ഥലത്തുനിന്ന് ലുലുമാള് പോയണ്ട ആപ്പിള്, പല ജാതി ആപ്പിള്. ഒരു പെട്രോൾ പമ്പിന്ന് പെട്രോളും നിറക്കാൻ വേണ്ടി നിർത്തിയപ്പോഴാണ് ഫൈസൽ ബ്രോനെയും കൂടെയുള്ള സാബിത്ത് ബ്രോനെയും ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യണേ. അങ്ങനെ ഫൈസൽ ബ്രോ ഇൻസ്റ്റാഗ്രാം ഐഡി വാങ്ങി, സാബിത്ത് ബ്രോ നമ്പറും വാങ്ങി. അങ്ങനെ സാബിത്ത് ബ്രോ എനിക്ക് വിളിക്കുന്നുണ്ട്, ഫൈസൽ ബ്രോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ അത് കരുതി രണ്ടും ഒരാളാണെന്ന്, കാരണം നമ്മൾ ഒരൊറ്റ സെക്കൻഡേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ സാബിത്ത് ബ്രോന്റെ വീട്ടിൽ പോയി ആപ്പിളൊക്കെ തിന്ന് ഞാനിങ്ങനെ സ്റ്റോറി ഇട്ടപ്പോണ്ട് ഫൈസൽ ബ്രോ മെസ്സേജ് അയക്കണേ, എന്തുകൊണ്ട് എന്റെ വീട്ടിലേക്ക് വന്നില്ല. ആകെ പ്രശ്നമായി. അപ്പൊ ഞാൻ കാശ്മീർ വിട്ടില്ല എത്തിനു. അങ്ങനെ ഞാൻ മൂപ്പർക്ക് ഒരു പ്രോമിസ് കൊടുത്തു, ഒന്നുകൊണ്ടും ടെൻഷൻ വേണ്ട, അടുത്ത ട്രിപ്പിൽ ഞാൻ വരും, എന്നിട്ട് നിങ്ങളെ വീട്ടിൽ തന്നെ ഇവിടെ ഇങ്ങനെ കുത്തിറക്കും, ഒരു ടെൻഷനും വേണ്ട. അങ്ങനെ ആ ഒരു വാക്ക് പാലിക്കാനാണ് ഞാൻ വീണ്ടും ഫൈസൽ ബ്രോന്റെ വീട്ടിൽ വന്നത്. അപ്പൊ എന്നാ ശരി, ഏതായാലും ഇന്നിഞ്ഞ് ഇവിടെ സ്റ്റേ ആണ്, നാളെ കാണാം. അപ്പൊ വീഡിയോ അവസാനിപ്പിക്കാണ്. നാളെ പുതിയ വീഡിയോ പുതിയ സെറ്റപ്പിൽ കേട്ടോ, കാശ്മീരി സെറ്റപ്പിലാണ് ഈ വീഡിയോ. അപ്പൊ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.